പെൺകുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാല് കേസിൽ സാക്ഷിയാണോ? ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട PT തോമസായിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ദിലീപ് മാത്രമൊന്നല്ല, ഒരുപാട് ദിലീപുമാർ ഇവിടെയുണ്ട്. അവര് പലരും നേരത്തെ അതിന് സൂചിപ്പിച്ചുള്ള തിമിംഗലങ്ങൾ തന്നെയാണ്. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്. നിങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വെച്ചു പറഞ്ഞാലും PT തോമസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് 100% സത്യസന്ധമായിട്ടാണ്. ആ സാധാരണ സംഭവം ഉണ്ടായിട്ട് ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അവിടെ നിന്നാണ് മേലേക്ക് പോകേണ്ടത്. ഇത് നേരിട്ട് DGP ആണ് ഇടപെടുന്നത്, ബെഹ്റയിലേക്കാണ് എത്തുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് കൊണ്ടിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് പ്രശ്നം. ഈ പറയുന്ന ഇരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, വാദിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? പുറത്തു വരുന്ന വിഷയങ്ങൾ വെച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാമൻപിള്ള എന്ന് പറയുന്ന പ്രതിഭാഗം വക്കീലിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള പ്രാപ്തിയില്ലാത്ത, തന്റെ ഇടമില്ലാത്ത, ആഭിജാത്യമില്ലാത്ത ആളുകളാണ് കേസ് വാദിച്ചത് എന്നെനിക്ക് പറയേണ്ടി വരും. സൗമ്യക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആളുടെ പേര് എന്താണ്? ആളൂരാ മരിച്ച് ആ കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട്. ആളൂര് എന്തിന്റെ പേരിലാണ് വാദിച്ചത്? സെൻസേഷൻ എന്ന് പറയുന്ന എടുക്കുന്ന കേസിന്റെ ഒക്കെ പിന്നില് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ആകാശ പറവളാണ് അതിന്റെ പിന്നില്. നമസ്കാരം, നേഷൻ ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ EN നന്ദകുമാറാണ്. നമസ്കാരം സർ. നമസ്കാരം. 2017 നമ്മൾ കണ്ട ഒരു വിഷയമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. അപ്പോൾ അതിൻ്റെ ഒരു വിധി വർഷങ്ങൾക്ക് ശേഷം 8-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാൾ വഴികളെ പറ്റി, നീതി കിട്ടിയിട്ടുണ്ടോ, അതേപോലെ സിനിമാ മേഖലയിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതിൻ്റെ അകത്തൊക്കെ വന്ന കുറേയധികം വിഷയങ്ങളുണ്ട്. സാർ ആ ഒരു വാർത്ത നിരീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ആ ഒരു നീതി പൂർത്തിയായോ? ശരിക്കും എന്താണ് ആ ഒരു വിധി നിർണയത്തിൽ? പലരും പറയുന്നുണ്ട് ജസ്റ്റിസ് പൂർണ്ണമായിട്ടില്ല. അത് ഈ പറയുന്ന അഭിഭാഷകർ വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീതി പൂർണ്ണമായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്കത് അങ്ങനെ പറയാൻ സാധ്യമല്ല. ഞാൻ കേട്ടിട്ടുള്ള, എനിക്കറിയില്ല വ്യക്തിപരമായിട്ട്. ഏതാണെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ അല്പം ചില വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പോൾ കോടതി വിധിയെ സംബന്ധിച്ച് കോടതി എപ്പോഴും കയ്യിലിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രസ്താവിക്കുക. എന്ന് മാത്രമല്ല, ഇപ്പോൾ നിലവിലിരിക്കുന്ന പ്രിൻസിപ്പൽ ജഡ്ജ് അവർ 8 വർഷം മറ്റായിട്ട് ആ ചുമതലയിലുണ്ട്. അവർ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധ്യമല്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു പാകപ്പഴിയാണോ അതെയോ ഈ കേസ് നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങളാണോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം. അതിനകത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള സർക്കാർ വക്കീലുമാർ യഥാവിധി കേസിൻ്റെ കാര്യങ്ങൾ കോടതിന് മുമ്പാകെ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു, മറ്റേ ദിലീപ് വന്ന സമയത്ത് ഈ പറയുന്ന ജഡ്ജി എഴുന്നേൽക്കുന്നതായിട്ട്. അത് ഏറ്റവും മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിനെക്കുറിച്ച് കോടതിയിൽ തിരക്കിയിരുന്നു. അങ്ങനെ ജഡ്ജി എഴുന്നേറ്റിട്ടേ ഇല്ല. മറിച്ച് ജഡ്ജി, ഞാൻ മനസ്സിലാക്കിയത്, ജഡ്ജി വന്ന് ഇരിക്കാൻ പോകുന്ന സമയത്ത് അവർ കൈ കുത്തിയിട്ട് അവർ ഇരിക്കാൻ പോകുന്നുണ്ട്. ആ ചിത്രം എടുത്ത് കൊടുത്തായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ മോശമാണ്. കാരണം നമുക്ക് ജഡ്ജിമാരുടെ ചില നിലപാടുകളോട് വിയോജിപ്പൊക്കെ ഉണ്ടാവാം, പക്ഷേ അവർ ജഡ്ജിയെ അവഹേളിക്കുന്നത് ആത്യന്തികമായിട്ട് ഗുണകരമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാള് മനുഷ്യാവകാശ അതിന്റെ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. ഒരാള് ഈ പറയുന്ന വിധിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാള് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ദിലീപ് വരുന്ന സമയത്ത് ഈ പറയുന്ന ജഡ്ജി എഴുന്നേക്കുന്നുണ്ടായിരുന്നു എന്ന രീതിയിൽ. അയാളുടെ ഒരു ബൈറ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ. അത് ശരിയാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ തന്നെ വേണമെങ്കിൽ കേസ് മൂവ് ചെയ്യാം. ആ കേസ് മൂവ് ചെയ്ത് അദ്ദേഹത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ആ ഫോട്ടോ സത്യസന്ധമല്ല എന്നുള്ളതാണ്. കാരണം ഒരു ജഡ്ജിയും ഒരു സമയത്തും ഒരു പ്രതി വരുന്ന സമയത്തും എഴുന്നേൽക്കുന്ന പതിവില്ല. അത് നമ്മൾ കോടതികളോട് നമുക്ക് ചില വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ അപമാനിക്കുന്ന മര്യാദയില്ല. അതിനെ അപമാനിക്കുന്ന സമയത്ത് അപമാനിതരാകുന്നത് സ്വയം നമ്മൾ തന്നെയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഇതിനകത്തുള്ള ഈ കോടതിയെ സംബന്ധിച്ച് കോടതിയിലെ കേസിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ കേസിനെ കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഇതിൻ്റെ വാദിഭാഗത്തിൻ്റെ വക്കീലുമാർ ഒരു വമ്പൻ പരാജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അവർക്ക് കൃത്യമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധ്യമായിട്ടില്ല. അവർ എന്ത് താല്പര്യത്തിൻ്റെ പുറത്താണ് അവർ അവതരിപ്പിക്കാതിരുന്നത്? അവർക്ക് അറിയാത്തത് കൊണ്ടാണോ, അവർ പഠിക്കാത്തത് കൊണ്ടാണോ, ഇത്തരം കേസുകൾ നടത്തി പരിചയമില്ലാത്തത് കൊണ്ടാണോ ഒന്നും എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഏതാണെങ്കിലും അവരെ സംബന്ധിച്ച് ഈ കേസ് നടത്തുന്നതിൽ, പ്രത്യേകിച്ച് രാമൻപിള്ള എന്ന് പറയുന്ന പ്രതിഭാഗം വക്കീലിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനായിട്ടുള്ള പ്രാപ്തിയില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത, ആഭിജാത്യമില്ലാത്ത ആളുകളാണ് കേസ് വാദിച്ചത് എന്നെനിക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ കേസ് ഇത്തരത്തിൽ ദയനീയമായിട്ടുള്ള രീതിയിൽ പരാജയപ്പെടേണ്ടി വരില്ല. പിന്നെ കേസിന്റെ മെറിറ്റിനെ സംബന്ധിച്ച് ഞാൻ ആ മെറിറ്റിലേക്ക് ഞാൻ ഒരുപാട് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ എനിക്ക് ആകെയുള്ള സംഗതി, ഈ 8 വർഷക്കാലം കേസ് നീണ്ടു നിന്നത്. എനിക്ക് എന്തിനാണ് 8 വർഷക്കാലം നീണ്ടു നിൽക്കുന്നത്? അത് കോടതിയാണ് വഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് കോടതിയുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. ഒരിക്കലും ഒരു കേസ്, പ്രത്യേകിച്ച് ഇത്തരം സെൻസേഷണൽ കേസുകൾ 1-2 വർഷത്തിനകം പൂർത്തീകരിക്കണം. അല്ലാതെ കണ്ട അനിശ്ചിതമായിട്ട് കേസുകൾ ഇങ്ങനെ കൊണ്ടുപോവുക, എന്നിട്ട് അതേ കോടതി തന്നെ ഗവർണറോട് നിങ്ങൾ വരുന്ന പേപ്പറുകൾ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുക. ഇത് എന്തൊരു മര്യാദ ഇത്? നമ്മൾ കോടതിയുടെ പേരിൽ എന്തും കാണിക്കാന്നുള്ള മട്ടോ, അതും ശരിയല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിന്റെ കൃത്യമായിട്ടുള്ള തൂണുകളിൽ ഒന്ന് തന്നെയാണ് കോടതികളും. അതുകൊണ്ട് ഈ പറയുന്ന കോടതി നടപടികൾ തെറ്റാണെങ്കിൽ ആ തെറ്റിനെ വിമർശിക്കാൻ അധികാരം നമുക്കുണ്ട്. അത് നമ്മൾ വിമർശിക്കേണ്ടി വരും. കാരണം കോടതികൾ വരുന്ന കേസുകൾ, ആ കേസുകൾ മാറ്റിവെക്കാതെ കണ്ട് യഥാസമയം അതിൻ്റെ കേസിന്റെ മെറിറ്റ് നോക്കി പരിശോധിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുന്നൊരു സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ പലപ്പോഴും പ്രതികൾ സ്വാധീനമുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവർ സ്വാധീനിക്കാൻ സാധിക്കും. ഇപ്പം ഞാനിതിനകത്ത് ദിലീപ് സ്വാധീനിച്ചൊന്നും എനിക്ക് പറയാൻ സാധ്യമല്ല. ഏതാണെങ്കിലും സ്വാധീനിക്കാനുള്ള എല്ലാ വഴികളും ഒപ്പിച്ചു കൊടുത്തതിനകത്ത് നീതിന്യായ രംഗത്തുള്ള പലർക്കും വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്നാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണത്. ഏതാണെങ്കിലും ഇത് അനിശ്ചിതം 8 കൊല്ലം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു മച്ച്. ഇവിടെ നമുക്ക് നിലവിലിരിക്കുന്ന പല കേസുകളുടെയും ഇപ്പൊ റോഡുകളുടെ അടക്കമുള്ള വികസനത്തിൽ പലപ്പോഴും സ്റ്റേ കൊടുക്കുന്ന അടക്കം പലപ്പോഴും കോടതികളാണ്. ഈ കോടതികളുടെ വിഷയങ്ങൾ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ അവർ മുമ്പിൽ അവതരിപ്പിക്കുന്ന വക്കീൽമാരുടെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. ഏതാണെങ്കിലും ആ തരത്തിൽ വക്കീൽമാരുടെ കള്ളക്കളികൾക്ക് കോടതി പോലും കൂട്ടുനിൽക്കുന്നതായിട്ട് സാധാരണക്കാരന് തോന്നിയാൽ ആ സാധാരണക്കാരനെ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി സാധ്യമല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ എടുത്താലേ, ഇപ്പൊ ഇതിൽ പ്രതിയാണോ വാദിയാണോ എന്ന് എനിക്കറിയില്ല. ദിലീപിനെ സംബന്ധിച്ച് ദിലീപിന് ശിക്ഷ കിട്ടണം എന്നുള്ള ആഗ്രഹവും ശിക്ഷ കിട്ടണം എന്നുള്ള ആഗ്രഹവും രണ്ടും എന്നെ സംബന്ധിച്ചില്ല. എനിക്ക് ദിലീപും വന്നാലും പോയാലും ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇത്തരം ദുരന്തങ്ങളുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഇതേപോലെ വാർത്ത ചെയ്യുമോ? സാധ്യമില്ല. നമ്മളിപ്പോ സൗമ്യ മരിച്ചു, സൗമ്യക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആളുടെ പേര് എന്താണ്? ആളൂരാ മരിച്ച് ആ കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട്. ആളൂര് എന്തിന്റെ പേരിലാണ് വാദിച്ചത്? ആളൂരിന് ആരാ പണം കൊടുത്തത്? ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു ചർച്ചയില്. ആളൂര് സൗമ്യ വധക്കേസില് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചാർലിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് ആളൂരാണ്. ആളൂര് സാധാരണ ഒരു പ്രാവശ്യം കോടതിയിൽ ഹാജരാവാൻ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളാണ്. ആ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളൂരിന് ആരാണ് പണം കൊടുത്തത്? നമ്മളത് അന്വേഷിക്കേണ്ട വിഷയമല്ലേ, ഒന്ന് പഠിക്കേണ്ട വിഷയമല്ലേ? അപ്പൊ ഇതിനകത്ത് കോടതികൾക്ക് പങ്കില്ലേ? അവരന്വേഷിക്കേണ്ടതല്ലേ? സെൻസേഷണൽ കേസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഹാജരായതാണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ സെൻസേഷണൽ കേസ് കൊടുത്തിട്ട് ഇയാൾ പിന്നെ എങ്ങനെ ജീവിക്കുന്നത്? ആളൂര് എല്ലാ സെൻസേഷണൽ കേസ് കൊടുക്കും. സൗമ്യയുടെ കേസ് എടുത്തിരുന്നു, പെരുമ്പാവൂർ ജിഷയുടെ കേസ് എടുത്തിരുന്നു, അങ്ങനെ കുറെ കേസുകൾ. സെൻസേഷണൽ എന്ന് പറയുന്ന എടുക്കുന്ന കേസിന്റെ ഒക്കെ പിന്നില് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ആകാശ പറവളാണ് അതിന്റെ പിന്നില്, സൗമ്യ വധക്കേസിന്റെ പിന്നില്. ആ ഒരു ഭിക്ഷാടനത്തിന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇയാളുടെ യഥാർത്ഥ പേര് ചാർലി എന്നാണ് ഇയാളുടെ പേര്. ആ ചാർലിയാണ് ഗോവിന്ദച്ചാമി എന്നുള്ള മുൻ നാമധാരിയെ മതം മാറ്റിയിട്ടാണ് ചാർലി ആക്കിയത്. ആ ചാർലിയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആകാശ പറവളെ കുറിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ? അയാളും ആളൂരുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതല്ലേ? അങ്ങനൊന്നും അന്വേഷണം നടത്തിയില്ലല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ കേസിന്റെ മെറിറ്റിലേക്ക് പലരും കടക്കുന്നില്ല. മറിച്ച് വളരെ പെട്ടെന്ന് കിട്ടാവുന്ന, ആർക്കും പ്രശ്നങ്ങളില്ലാത്ത ചില ആളുകളെ കേസിൽ ശിക്ഷിക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്ത് കേസിന്റെ യഥാവിധിയുള്ള വസ്തുതകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഏകദേശം ദിലീപിന്റെ കേസിലും ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അതാണ്. കോടതി മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തെളിവുകളൊന്നും കാണുന്നില്ല. ഇതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരുപാട് അലംഭാവങ്ങൾ വേണ്ടി ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് തന്നെ എനിക്ക് മനസ്സിലാവുന്ന ഈ സ്ഥാനത്ത് പെൺകുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാല് കേസിൽ സാക്ഷിയാണോ? അല്ല. ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട PT തോമസ് ആയിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ കാറിലാണല്ലോ പോയത്. സാധാരണ ഇപ്പൊ വേറെ എന്റെ ആതിരയുടെ കാറാണെന്നിരിക്കട്ടെ, നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യുമല്ലോ പോലീസ്. അതെ, ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിന് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ.
അങ്ങനെ പോലീസ് തുടക്കം തുടങ്ങി ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ചില അലംഭാവങ്ങളുണ്ട് ഇതിനകത്ത്. അത് തുടക്കം തുടങ്ങി തന്നെ 1-ാം ദിവസം തുടങ്ങിയിട്ട് പരാതി കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ആ സാധാരണ സംഭവം ഉണ്ടായിട്ട് ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അവിടെ നിന്നാണ് മേലേക്ക് പോകേണ്ടത്. ഇത് നേരിട്ട് DGP ആണ് ഇടപെടുന്നത്, ബെഹ്റയിലേക്കാണ് എത്തുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് കൊണ്ടിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് പ്രശ്നം. ഈ പറയുന്ന ഇരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, വാദിമാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ തരം കേസുകളിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. പലപ്പോഴും യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കേരളത്തില് നീതിന്യായ രംഗത്തും അല്ലെങ്കിൽ നീതിപാലകരുടെ ഭാഗത്തു നിന്നുമെല്ലാം വളരെ വ്യാപകമായിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ വേണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പൊ ഇതിനകത്ത് ഇനി ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് ഇടപെട്ട ഒരാൾ വളരെ സത്യസന്ധനായിട്ട് PT തോമസ് MLA ആണ്. അദ്ദേഹമായിരുന്നു തൃക്കാക്കരയിലെ MLA. അദ്ദേഹം ആ വിഷയത്തിൽ ആദ്യം എത്തിയത് 12 മണിക്ക് മറ്റാ അദ്ദേഹം അവിടെ എത്തിയത്. ആ 12 മണിക്ക് എത്തിയതിനു ശേഷം 3-ാം ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സത്യസന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വെച്ചു പറഞ്ഞാലും PT തോമസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് 100% സത്യസന്ധമായിട്ടാണ്. അദ്ദേഹം വാദിക്കൊപ്പോ പ്രതിക്കൊപ്പോ നിലകൊണ്ടിട്ടില്ല. അദ്ദേഹം കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇടപെട്ടത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള വലിയ ചർച്ചാ വിഷയം. ചർച്ച മാത്രമല്ല, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, സത്യസന്ധമായിട്ട് വിവരങ്ങൾ പുറത്തു വരണം. അങ്ങനെ പുറത്തു വരുന്ന വിഷയങ്ങൾ വെച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെയോ ചില ദുരൂഹതകൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കേവലം കോടതി വിധിയുടെ പുറത്താണെന്ന് പറയാൻ സാധ്യമല്ല. ഈ കേസിന്റെ നടത്തിപ്പ് തുടങ്ങിയിട്ട് ഇതിനകത്ത് നിരവധി ദുരൂഹതകളുണ്ട്. അതിനകത്ത് സിനിമാ രംഗത്തുള്ള വലിയ മാഫിയയുടെ ബന്ധങ്ങൾ ഇതിന് പിന്നിലുണ്ട്. സിനിമാ രംഗം ചെറിയ മാഫിയൊന്നുമല്ല. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തില് പല മേഖലയിലും പല കാര്യങ്ങളും നടക്കുന്നതിനകത്ത് വലിയ പങ്ക് വരുന്നത് സിനിമാ മേഖലയിലെ മാഫിയാണ്. ഈ സിനിമയില് ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ മേടിക്കുന്ന വേതന എത്രയാണ്? കോടികളാണ് മേടിക്കുന്നത്. എന്താ ഈ കോടികൾ കൊടുക്കാനായിട്ട് എവിടെ നിന്ന് പണം? ആരെ പണം കൊടുക്കുന്നത്? ഇവർ യഥാർത്ഥത്തിൽ അക്കൗണ്ട് ചെയ്യുന്നുണ്ട് ഈ പണം. ഇത്തരം കാര്യങ്ങൾ ആർക്കും അറിയില്ലല്ലോ. സിനിമാ മേഖലയിലെ അനധികൃതമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അത് ഏകദേശം ഹേമ കമ്മിറ്റിയും അതിനെ പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അന്വേഷണം നടക്കാതെ കണ്ട് നമ്മൾ ചുറ്റും നടക്കുന്ന ചില പൊടിപടലങ്ങളെ കുറിച്ച് മാത്രം ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നമുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉൾപ്പെട്ടാലും ഉൾപ്പെട്ടില്ലെങ്കിലും, ദിലീപാണെങ്കിലും വേറൊരു ആളാണെങ്കിലും, ഈ തരം ആളുകൾ പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇനിയിപ്പോ മേൽക്കോടതി പോയാലും ഇതിന് രക്ഷ കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിലീപിനേക്കാൾ വലിയ തിമിംഗലങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു വിധി വരാൻ കാരണം. തീർച്ചയായിട്ടും അങ്ങനെയാണത്. ദിലീപ് മാത്രമൊന്നുമല്ല, ഒരുപാട് ദിലീപന്മാർ ഇവിടെയുണ്ട്. അവർ പലരും നേരത്തെ അതിന് സൂചിപ്പിച്ചുള്ള തിമിംഗലങ്ങൾ തന്നെയാണ്. അവർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട്. അത് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലയിൽ നടക്കുന്ന അഴിമതികള് വെള്ളപൂശുന്ന നിരവധി ആളുകള് നമ്മുടെ പല പല രംഗങ്ങളുണ്ട്. ഇവരൊക്കെ തമ്മിൽ വലിയൊരു സഖ്യമുണ്ട്. ഈ സഖ്യം കേരളത്തിൽ വ്യാപകമാണ്. ഇവർക്ക് രാഷ്ട്രീയമില്ല, ഇവർക്ക് മതമില്ല, ഇവരുടെ സാമ്പത്തികമാണ് ഇവരുടെ അടിസ്ഥാന ഘടകം. ശരിക്കത് അത് വെച്ചിട്ട് ഇവർ പ്രതികളെ രക്ഷിക്കും. അത് സമസ്ത മേഖലയിലാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്വർണ്ണപ്പാളി വിഷയത്തിലടക്കമുള്ള ഒരു വിഷയത്തിലും യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ ശിക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് സംഭവിക്കുന്ന അതിനീചമായിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് പ്രതിയാണോ വാദിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദിലീപ് ശിക്ഷിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. ദിലീപ് മാത്രമല്ല, ദിലീപിനെ പോലെയുള്ള യഥാർത്ഥം, ഒരുപക്ഷെ ദിലീപ് യഥാർത്ഥമാണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. യഥാർത്ഥമായിട്ട് ആരെങ്കിലും പ്രതികളുണ്ടെങ്കിൽ ഉണ്ടാകാൻ ശരിക്കും അതെ അതുണ്ടാവും. ആ തരത്തിൽ വലിയൊരു കോക്കസ് ഉണ്ട്. ആ കോക്കസിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഈ പലപ്പോഴും ഒരു സ്ത്രീയാണ് ഇടപെടുന്നവരുണ്ട്, അവരെ അതിജീവിത എന്ന് വിളിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കേസിൽ പ്രതികളാണെന്നുള്ള വരുന്നു. ഈ രീതിയും ഒരിക്കലും ഒരു ഭൂഷണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള കേസിന്റെ മെറിറ്റിൽ കൂടി സഞ്ചരിക്കണം, അത് സത്യസന്ധമായിട്ട് സഞ്ചരിക്കണം. അതിന് നീതിപാലകന്മാര് ആ രീതിയിൽ വരണം, അതിന് മറ്റുള്ള സംവിധാനങ്ങൾ അതിന്റെ പേരിൽ വരണം. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ കൂടി നമ്മൾ അതിനകത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ വരാത്തിടത്തോളം കാലം ഇത്തരം ചില കേസുകൾ സ്വാഭാവികമായിട്ട് നടന്നു വരുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. താങ്ക് യു സർ.